ഇവിടെ ഒരു മോഹനൻ എന്ന പ്രേക്ഷകൻ പറയുന്നു, സ്ത്രീകൾക്ക് വേണ്ടി ഒരു ദിവസം അല്ലേ ഉള്ളൂ, ബാക്കി എല്ലാ ദിവസവും പുരുഷന്മാർക്കുള്ളതല്ലേ എന്നാണ്. അത് റോഡിൽ ഇറങ്ങി നിന്ന് പറഞ്ഞാൽ മതി. ഇവിടെ പറയണ്ട, ഞങ്ങൾ സമ്മതിച്ചു തരില്ല. പ്രത്യേകിച്ച് ഇന്നത്തെ ദിവസം വീട്ടിൽ പോയി പറയാതിരിക്കാൻ നോക്കുക. കാരണം അമ്മ, പെങ്ങൾ, ഭാര്യ, മക്കൾ ഇവരൊക്കെയും ചിലപ്പോൾ എതിർത്ത് നിന്നേക്കാം. ഇന്നത്തെ ദിവസം എന്തായാലും ഞങ്ങൾ ആഘോഷിക്കട്ടെ, ഞങ്ങളോടൊപ്പം നിന്നാൽ വലിയ സന്തോഷം അല്ലേ? ഓക്കെ, ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുമ്പോൾ അവിടെയും നമുക്ക് സന്തോഷം ഉണ്ടാകുന്നത് സ്ത്രീകളുടെ ശബരിമല എന്നുള്ളത്. തീർച്ചയായും. കാരണം ഇപ്പം നമുക്ക് തിരുവനന്തപുരത്ത് വരുന്നവർക്ക് അറിയാം, എല്ലായിടവും അമ്മയുടെ സന്നിധിയായി കഴിഞ്ഞു എന്നതാണ്. കാരണം പൊങ്കാല അടുത്തിരിക്കുന്നു എന്ന് വിളിച്ചോതുന്ന രീതിയിൽ എല്ലായിടത്തും കലം, അതോടൊപ്പം തന്നെ ഈ കല്ല്. അതെ, മാത്രമല്ല ഈ സെറ്റായിട്ട് വാങ്ങാൻ കിട്ടുന്നത് അത് വേറെ, ഇനി പൊങ്കാല കോടികൾ അത് വേറെ. അങ്ങനെ കോടികൾക്കൊപ്പം ഒരു ഫ്രീ ആയി കിട്ടുന്ന സാധനങ്ങളുടെ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കൗതുകമാണല്ലേ. കലമൊക്കെയാണ് സമ്മാനമായി കിട്ടുന്നത്. അവിടെ കച്ചവടം പൊടിപിടിക്കുകയാണല്ലേ. എന്തായാലും ഇനി 4 പകൽ മാത്രമേ ഉള്ളൂ അമ്മയുടെ തിരുസന്നിധിയിൽ പൊങ്കാല ദിനത്തിനായി. എന്തായാലും മഹോത്സവം തുടങ്ങിയിട്ട് ഇന്ന് 4ാം നാളാണ്. ദേവിയുടെ അനുഗ്രഹം തേടി നിരവധി ഭക്തർ ആറ്റുകാലിലേക്ക് ഇങ്ങനെ ഒഴുകി എത്തുന്നുണ്ട്. വ്യാഴാഴ്ചയാണ് ചരിത്ര പ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. എല്ലാ ജില്ലകളിലുള്ളവരും തയ്യാറായിക്കോളൂ. എന്തായാലും തിരുവനന്തപുരക്കാർ അതിന് റെഡി ആയിട്ടിരിക്കുകയാണ്. രശ്മി കാർത്തിക നമുക്ക് അവിടെ നിന്ന് തന്നെ വിശേഷങ്ങൾ പകരാനായി ഉണ്ട്. രശ്മി, ഗുഡ് മോർണിംഗ്. മാത്രമല്ല ഇന്ന് വനിതാ ദിനമാണ്. വനിതാ ദിന ആശംസകൾ. ഇനി ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിൽ നിന്ന് എന്തൊക്കെയാണ് നമുക്ക് നൽകാനുള്ള കാഴ്ചകൾ? രണ്ടുപേർക്കും വനിതാ ദിനാശംസകൾ. ഞാനിപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിലാണ് ഉള്ളത്. വലിയ രീതിയിലുള്ളൊരു തിരക്ക് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഇന്ന് ഉത്സവത്തിൻ്റെ 4ാം നാളാണ്. അതുകൊണ്ട് തന്നെ ക്ഷേത്രത്തിലേക്ക് എത്തുന്നവരുടെ എണ്ണം, ദേവിയെ തൊഴാൻ വേണ്ടി എത്തുന്നവരുടെ എണ്ണം, ദേവിയുടെ അനുഗ്രഹം തേടി എത്തുന്നവരുടെ എണ്ണം വലിയ രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. രാവിലെ പുലർച്ചെ 4 മണി മുതൽ ക്ഷേത്രത്തിൽ ആരംഭിച്ച ഒരു തിരക്കാണ് നമുക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും. ദേവിയുടെ നടയ്ക്ക് മുന്നിൽ നിന്നും മുഴുവൻ, അതായത് പുറകുവശത്തേക്ക് വലിയ രീതിയിലുള്ളൊരു നീണ്ട ക്യൂ ആണ് നമുക്ക് കാണാൻ കഴിയുന്നത് ദേവി ദർശനത്തിന് വേണ്ടി. ഇന്ന് ഉത്സവത്തിൻ്റെ 4ാം നാളാണ്. വ്യാഴാഴ്ച മാർച്ച് 13-ാം തീയതിയാണ് ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ആറ്റുകാൽ പൊങ്കാല. ആ പുണ്യ ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും. ഓരോ വർഷം പൊങ്കാല ഇടുമ്പോഴും അടുത്ത വർഷത്തേക്ക് ഉള്ള ഒരു പൊങ്കാല ഇട്ടതിന് ശേഷം പിന്നീട് അടുത്ത വർഷത്തെ പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ് ഓരോ അമ്മമാരും. ഇന്ന് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും എത്രമാത്രം തിരക്കുണ്ട് എന്നുള്ളത്. ഇന്ന് ഉത്സവത്തിൻ്റെ 4ാം നാളായതുകൊണ്ട് തന്നെ തോറ്റം പാട്ടുകാർ പാടുന്നത് ദേവിയുടെ വിവാഹമാണ്. കഴിഞ്ഞ ദിവസം ദേവിയുടെ വിവാഹമായിരുന്നു തോറ്റം പാട്ടുകാർ പാടിയത്. ഇന്ന് അതിൻ്റെ ബാക്കി ഭാഗം കൂടിയുണ്ട്. അതാണ് തോറ്റം പാട്ടുകാർ ഇന്ന് പാടുക. കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടുകൂടിയാണ് പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചത്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ കാപ്പുകെട്ടി ദേവിയെ കുടിയിരുത്തിയതോടുകൂടിയാണ് ഉത്സവം ആരംഭിച്ചത്. ഇനി പൂരം നാളിൽ, കുംഭമാസത്തിലെ പൂരം നാളിലാണ് ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല. പൂരവും പൗർണമിയും ചേരുന്ന നാളിലാണ്. വ്യാഴാഴ്ച 10:15 പണ്ടാര അടുപ്പിലേക്ക് അഗ്നി പകരുന്നത്. 1 മണിക്കാണ് നിവേദ്യം. ആ ഒരു ദിവസത്തിന് വേണ്ടി വ്രതനിഷ്ഠയോടുകൂടി കാത്തിരിക്കുകയാണ് അമ്മമാർ. അത് തിരുവനന്തപുരത്തിൻ്റെ മാത്രം ഉത്സവമല്ല, കേരളം ഒന്നാകെയുള്ള ഒരു വലിയ ഒരു ഉത്സവം തന്നെയാണ് ആറ്റുകാൽ പൊങ്കാല. അത് കേരളത്തിനകത്തു നിന്നും പുറത്തു നിന്നുമൊക്കെ ലക്ഷക്കണക്കിന് അമ്മമാരാണ് ആറ്റുകാലിലേക്ക് ഒഴുകി എത്തുന്നത്. സ്ത്രീകളുടെ ശബരിമല എന്ന് തന്നെയാണ് ആറ്റുകാൽ അറിയപ്പെടുന്നത്. അത് ഓരോ വർഷം കഴിയും തോറും ആറ്റുകാലിലേക്ക് എത്തുന്ന അമ്മമാരുടെ എണ്ണം, പൊങ്കാല ഇടാൻ എത്തുന്നവരുടെ എണ്ണം ഓരോ വർഷം കഴിയും തോറും വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമുക്കറിയാം ഇപ്പോഴത്തെ കാലാവസ്ഥയൊക്കെ എത്ര കണ്ട് ചൂടാണ് പുറത്ത് അനുഭവപ്പെടുന്നത്. പക്ഷെ അതൊന്നും വകവയ്ക്കാതെ പൊരിവെയിലത്തും അമ്മയുടെ അനുഗ്രഹം തേടി, അതായത് ഒരു വർഷത്തേക്കുള്ള ആ ഒരു അനുഗ്രഹം അത് മുഴുവൻ ആ പൊങ്കാലയിലൂടെ നേടാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം കൂടിയുണ്ട്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം കുത്തിയോട്ട വ്രതം ആരംഭിക്കുന്ന ഒരു ചടങ്ങായിരുന്നു. ആറ്റുകാലമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ചടങ്ങുകളിൽ ഒന്നാണ് കുത്തിയോട്ട വ്രതാരംഭം എന്ന് പറയുന്നത്. 592 കുഞ്ഞുങ്ങളാണ് ഇന്ന് ദേവിയുടെ മുന്നിൽ കഴിഞ്ഞ ദിവസം വെള്ളി പലകയിൽ നാണയങ്ങൾ വെച്ച് തന്ത്രിയിൽ നിന്നൊക്കെ അനുഗ്രഹം വാങ്ങി 592 ബാലന്മാരാണ് കുത്തിയോട്ട വ്രതം ക്ഷേത്രത്തിൽ നോക്കുന്നത്. ദേവിയുടെ മുന്നിൽ 1008 നമസ്കാരം ഈ ബാലന്മാർ പൂർത്തിയാക്കണം. അല്പസമയത്തിന് ശേഷം നമസ്കാരത്തിന് വേണ്ടി ബാലന്മാരെ ക്ഷേത്രത്തിലേക്ക് എത്തും. ക്ഷേത്രക്കുളത്തിൽ കുളിച്ചതിന് ശേഷമായിരിക്കും ഈ നമസ്കാരത്തിനായി കുഞ്ഞുങ്ങളെ എത്തിക്കുക. 1008 നമസ്കാരം ഈ ഉത്സവം തീരുന്ന ദിവസം വരെയും ഇവിടെ ക്ഷേത്രത്തിൽ തന്നെ തങ്ങി വ്രതനിഷ്ഠയോടെ തങ്ങി ഈ ബാലന്മാർ പൂർത്തിയാക്കും. പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് തന്നെയാണ്
കുത്തിയോട്ട വ്രതം. അത് ഇന്നലെയാണ് കുത്തിയോട്ട വ്രതം ആരംഭിച്ചത്. അതിൻ്റെ ചടങ്ങുകളും മറ്റും നിലവിൽ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ നമ്മൾക്ക് ദൃശ്യത്തിൽ കാണാൻ കഴിയും ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്ക്. ഇന്ന് 4ാം നാളായതുകൊണ്ട് തന്നെ അഭൂതപൂർവമായ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. ഈ വരുന്ന വ്യാഴാഴ്ച മാർച്ച് 13-നാണ് ചരിത്രപ്രസിദ്ധമായ ആറ്റുകാൽ പൊങ്കാല. 10:15-നാണ് പണ്ടാരടുപ്പിലേക്ക് അഗ്നി പകരുന്ന ആ ഒരു ശുഭമുഹൂർത്തം. അതിനുശേഷം 1 മണിയോടുകൂടിയാണ് നിവേദ്യം. ഇത് തലസ്ഥാനം മുഴുവൻ ഈ ഒരു പൊങ്കാലയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ദിവസത്തിന് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണ്. ഒരുപക്ഷെ ക്ഷേത്രത്തിൻ്റെ പരിസരം മാത്രമല്ല, നമുക്ക് തലസ്ഥാനത്ത് എവിടെ നോക്കിക്കഴിഞ്ഞാലും ദേവിയുടെ വിഗ്രഹങ്ങളൊക്കെ വെച്ച് പൂജിക്കുകയും അതോടൊപ്പം തന്നെ ഇഷ്ടികകളും കലങ്ങളും മൺകലങ്ങളും ഒക്കെ നിറഞ്ഞ് ഒരു വളരെ ഭക്തിസാന്ദ്രമായൊരു അന്തരീക്ഷമാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത് മുതൽ നമുക്ക് തലസ്ഥാനത്ത് കാണാൻ കഴിയുന്നത്. ഇനി വളരെ കുറച്ച്, ഇനി 4 നാൾ മാത്രമാണ് ആ ചരിത്ര പ്രസിദ്ധമായ പൊങ്കാലയ്ക്ക് ബാക്കിയുള്ളത്. ഏതായാലും ആ ഒരു കാത്തിരിപ്പിലാണ്. ഏതായാലും 4ാം ദിവസം ആയതുകൊണ്ട് തന്നെയാണ് ഇത്രത്തോളം തിരക്ക് ക്ഷേത്രത്തിൽ, ഭക്തജന തിരക്ക് ക്ഷേത്രത്തിൽ അനുഭവപ്പെടുന്നത്. രാവിലെ 4 മണി മുതൽ ഈ നീണ്ട ക്യൂ ആണ് ദേവിയെ ദർശിക്കുന്നതിന് വേണ്ടിയും അനുഗ്രഹം വാങ്ങുന്നതിനും ദേവിയുടെ ഓരോ ദീപാരാധന തൊഴുന്നതിന് വേണ്ടിയുമുള്ള കാത്തിരിപ്പിലാണ്. ഇനിയിപ്പോൾ അല്പസമയത്തിന് ശേഷമാണ് ദീപാരാധന. പ്രത്യേകിച്ച് 4ാം ദിവസമൊക്കെ തന്നെ പ്രത്യേക പൂജകളും ചടങ്ങുകളും ഒക്കെ തന്നെ ഉത്സവത്തിൻ്റെ ഭാഗമായി ഉണ്ടാകും. അല്പസമയത്തിന് ശേഷം ഇനി തോറ്റം പാട്ടുകാർ തോറ്റം പാട്ട് പാടി തുടങ്ങും. അത് ചിലപ്പതികാരമാണ് പാടുന്നത്. കഴിഞ്ഞ ദിവസം കണ്ണകി ദേവിയുടെയും കോവലൻ്റെയും വിവാഹമായിരുന്നു. ആ വിവാഹമായിരുന്നു തോറ്റം പാട്ടുകാർ പാടിയത്. ഇന്ന് ആ വിവാഹത്തിൻ്റെ ബാക്കി വർണ്ണന കൂടി ബാക്കിയുണ്ട്. അതാണ് ഇന്ന് തോറ്റം പാട്ടുകാർ പാടുക. ഏതായാലും ഭക്തി സാന്ദ്രമാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും. അഭൂതപൂർവമായ തിരക്ക് നമുക്ക് ക്ഷേത്രത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. പൊങ്കാല ദിവസത്തിന് വേണ്ടിയുള്ള വ്രതനിഷ്ഠയോടുകൂടി ഉള്ള കാത്തിരിപ്പിലാണ് അമ്മമാരെല്ലാവരും തന്നെ. ഒരുപക്ഷെ തിരുവനന്തപുരത്തുകാർ മാത്രമല്ല ഇവിടേക്ക് ഈ ദർശനത്തിനും മറ്റും എത്തുന്നത്. കേരളത്തിനകത്തു നിന്നും പുറത്തുനിന്നുമൊക്കെ 10,000-കണക്കിന് ആളുകളാണ്. അത് രാവിലെയും വൈകുന്നേരത്തുമൊക്കെ ദേവിയുടെ ഓരോ ദീപാരാധന തൊഴുന്നതിന് വേണ്ടി ഭക്തജന പ്രവാഹമാണ് നമുക്ക് ആറ്റുകാലിൽ കാണാൻ കഴിയുന്നത്. ഏതായാലും ആ പൊങ്കാല ദിവസത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ഓരോ ഭക്തരും. വീണ. ഓക്കെ, ശരി രശ്മി. ഏതായാലും നമുക്ക് പ്രേക്ഷകർ പറയുന്നത് പോലെ എല്ലാ ദിവസവും ഇങ്ങനെ ആറ്റുകാൽ കാണാൻ കഴിയുന്നത്, ജനം ടി വിയിലൂടെ കാണാൻ കഴിയുന്നത് തന്നെ വലിയ സന്തോഷം എന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അതിനി എല്ലാ ദിവസവും ഉണ്ടാകും, രാവിലെ മുതൽ രാത്രി വരെ ഉണ്ടാകും. പൊങ്കാല ദിവസം മുഴുവനായും ഉണ്ടാകും. ജനം ടി വിക്കൊപ്പം തുടരുക.